ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഈദ് സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എൻ്റേതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായി നമുക്ക് വെജിറ്റബിൾസ് വേണം. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പുതിനയില ഇതൊക്കെയാണ് വേണ്ടത്. ആദ്യം ഞാൻ സവാള വൃത്തിയാക്കുന്നുണ്ട്. സവാളയുടെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് സവാള കട്ട് ചെയ്യാൻ പൊതുവെ ഇഷ്ടമാണ്. വെള്ളം വരുന്ന ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. നല്ല എത്ര നേരം ആണെങ്കിൽ നിന്ന് കട്ട് ചെയ്യും. നമുക്ക് ആവശ്യത്തിനുള്ള സവാള കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ തക്കാളി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നമ്മൾ തക്കാളി എടുക്കാം. ഞാനിവിടെ ഒരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നൈസായി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ വെളുത്തുള്ളിയാണ് ക്ലീൻ ചെയ്യുന്നത്. എനിക്ക് വെളുത്തുള്ളി ക്ലീൻ ചെയ്യാൻ അത്ര ഇഷ്ടമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ ടൈം എടുത്തിട്ടത് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു പാത്രം എടുക്കുക, അതിൽ നെയ്യ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്യുക. ഒരു ഇത്തിരി ഉപ്പ്, പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഉള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അത് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായി വഴന്ന് വന്ന ശേഷം നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം നല്ല പേസ്റ്റ് പോലെ ആയതിനു ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായി വേവിക്കുക. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചോറ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതെല്ലാം കൂടി ദം ചെയ്യാൻ പോവുകയാണ്. സോ അതിന് വേണ്ടി നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല, ചിക്കൻ്റെ മസാല ആഡ് ചെയ്തിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഒരു സ്പെഷ്യൽ പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം മല്ലിയില, പുതിനയില അതിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്തു. സെയിം പ്രോസസ്സ് തന്നെ. റൈസ് ആഡ് ചെയ്തു, ഇത്തിരി നെയ്യ് ആഡ് ചെയ്തു, വീണ്ടും ചിക്കൻ ആഡ് ചെയ്തു, റൈസ് ആഡ് ചെയ്തു, ഇത്തിരി പൊടി ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇത് ആഡ് ചെയ്തു, മല്ലിയില, പുതിനയില, ഇത്തിരി നെയ്യ് ഇതെല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പാത്രം അടച്ച് വെച്ചിട്ട് നമ്മൾ ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മൾ ദമ്മിട്ട് തുറന്നു. നല്ലൊരു സ്മെല്ലായിരുന്ന സമയത്ത്. എന്നിട്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തേക്ക് ഞാൻ സെർവ് ചെയ്തു കഴിക്കാൻ വേണ്ടി എടുത്തു. ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് മുബാറക്.